നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് വാർത്താ സന്ധ്യയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യം പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന് അംഗീകാരമായിരിക്കുന്നു. ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു. ചരിത്ര മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാർ ഇരു രാജ്യങ്ങൾക്കും നേട്ടമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടനിലെ സന്ദർശനം തുടരുന്നു. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ഭക്ഷ്യം, വസ്ത്രം, ആഭരണം, സമുദ്രോൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ്, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങി ബ്രിട്ടനിൽ കയറ്റുമതി ചെയ്യുന്ന 99% വസ്തുക്കൾക്കും തീരുവ ഒഴിവാകും. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് കരാർ ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. आज हमारे संबंधों में एक ऐतिहासिक दिवस है. मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. വ്യാപാര കരാറിൽ ഇന്ത്യയോട് നന്ദി പറഞ്ഞ ബ്രിട്ടൻ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. This is the biggest and most economically significant trade deal that the UK has made since leaving the EU. And I think I can say that it's one of the most comprehensive deals that India has ever done. So thank you, Prime Minister, for your leadership and for your pragmatism. സുരക്ഷ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാകും. UKയിലെ 6 സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കും. പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ച പ്രധാനമന്ത്രി ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ ഇരട്ടത്താപ്പില്ലെന്നും ആവർത്തിച്ചു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ച UK പൗരന്മാർക്ക് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. ബ്രിട്ടൻ പ്രധാനമന്ത്രി കിയർ സ്റ്റാമറിനെ നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. 24 ഡൽഹി. സംസ്ഥാനത്ത് ഇന്നും കാലവർഷം സജീവം. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 2 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലവിലുണ്ട്. നാളെ മധ്യ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നീരൊഴുക്ക് കൂടിയതിനെ തുടർന്ന് മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. 5 ഷട്ടറുകൾ 1.5 മീറ്റർ വീതവും 1 ഷട്ടർ 50 സെന്റിമീറ്ററും ഉയർത്തും. ഈ മാസം 28 വരെ കേരള, ലക്ഷദ്വീപ്, കന്യാകുമാരി തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ സാഹസിക വിനോദസഞ്ചാരത്തിനും ഖനന പ്രവർത്തനത്തിനും നിരോധനം ഏർപ്പെടുത്തി. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. കാസർഗോഡ് വീരമലക്കുന്ന് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണുള്ള അപകടത്തിന്റെ ഉത്തരവാദിത്വം കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിൽ നിന്ന് ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കുന്ന് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞ് വീണാണ് അപകടം. അശാസ്ത്രീയമായി മണ്ണെടുക്കരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടും കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും മുഖവിലക്കെടുത്തില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഉടൻ ചേരും. വീരമലക്കുന്ന് ഇടിയാനുണ്ടായ സാഹചര്യം വിലയിരുത്തിയാണ് ജില്ലാ കളക്ടർ K ഇമ്പശേഖറിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ദേശീയപാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ അശാസ്ത്രീയമായി മണ്ണെടുക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2ാം റീച്ചിലും 3ാം റീച്ചിലും നിർമ്മാണ ചുമതലയുള്ള മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയെയും ഇക്കാര്യം അറിയിച്ചു. പക്ഷേ മേഘ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ദേശീയപാത അതോറിറ്റിയോട് സുരക്ഷാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ ഉന്നതത യോഗം ചേരാനും തീരുമാനമായി. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കും. ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ മേഘ കമ്പനിക്കെതിരെ കർശന നടപടിയിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനം. ഇതിനിടെ പ്രദേശത്ത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തി. സമീപ പ്രദേശത്തുള്ളവരെന്തായാലും മാറിയേ പറ്റൂ. അത്രയും വലിയ അപകടമാണ് ഇനി വരാൻ പോകുന്നത്. ഈ വന്നതല്ല, ഇതിപ്പം ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ശ്മശാനത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ദിവസം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് എന്തുകൊണ്ട് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം, രാജിവെച്ച് പോകണം. ഇരുഭാഗത്തും പിടിച്ചിട്ട ചരക്ക് വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടത്തിവിട്ടു. യാത്രാവാഹനങ്ങൾ നീലേശ്വരം, കോട്ടപ്പുറം വഴിയും ചീമേനി വഴിയും പോകാനാണ് നിർദ്ദേശം. 24 കാസർഗോഡ്.
ദേശീയപാത തകർച്ച നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. അലസത കാണിക്കുന്ന കരാർ കമ്പനി ഉണ്ടെങ്കിൽ കർക്കശ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ വിഷയത്തിൽ മുൻപും പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചു. എല്ലാ കാര്യങ്ങളും അവർ ആ പ്രാധാന്യത്തോടു കൂടി ഗൗരവത്തിൽ ഈ വിഷയത്തെ കണ്ടുകൊണ്ട് ഇടപെട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. ആ നിലപാട് അവരെ അറിയിച്ചിട്ടുണ്ട്. അലസത കാണിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന കമ്പനികളുണ്ടെങ്കിൽ അവരോട് കർക്കശ നിലപാട് സ്വീകരിക്കണം എന്ന് കേന്ദ്രമന്ത്രിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നിതിൻ ഗഡ്കരിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞു വീഴുന്നത്. വീരമലക്കുന്നിൽ ആദ്യത്തെ പ്രാവശ്യം മണ്ണിടിഞ്ഞു വീണപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിയാതെ അനധികൃതമായി 1,75,00,000 രൂപയുടെ മണ്ണ് കടത്തിക്കൊണ്ടുപോയി ഈ കമ്പനി. ജില്ലാ കളക്ടറെ അനുസരിക്കാത്ത ഒരു കമ്പനി, DDC തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത ഒരു കമ്പനി, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് പോകുന്നത്. സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സമ്പ്രദായത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തുടർച്ചയായ 4ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. വിഷയം ഉന്നയിച്ച് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറുടെ രാജി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യാൻ ധാരണയായതോടെ ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയം പാർലമെന്റിൽ പ്രധാന ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. വിഷയമുന്നയിച്ച് തുടർച്ചയായ 2ാം ദിവസവും പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ സഖ്യാംഗങ്ങൾ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിച്ചു. സോണിയാഗാന്ധി ഇന്നത്തെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള ചെയറിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധം ആരംഭിച്ചു. രാജ്യത്തെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്നും ഇതാണോ കോൺഗ്രസിന്റെ രീതിയെന്നും KC വേണുഗോപാൽ MPയെ പേരെടുത്ത് വിളിച്ച് സ്പീക്കർ. माननीय वेणुगोपाल जी, आप इनको ये सिखाते हो क्या? नारेबाजी करना, तकिया लेकर आना, मेज थपथपाना, ये आपकी पार्टी के संस्कार नहीं रहे. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. Election Commission is not functioning as the Election Commission of India. Today they have made some statement. This is complete nonsense, right? The fact of the matter is that Election Commission is not doing its job. Now we have concrete 100% proof of Election Commission allowing cheating in a seat in Karnataka. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജി സംബന്ധിച്ച് ചർച്ച വേണമെന്ന പ്രതിപക്ഷാംഗങ്ങളുടെ നോട്ടീസ് രാജ്യസഭയിൽ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് തള്ളി. വിരമിക്കുന്ന അംഗങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചതിന് പിന്നാലെ രാജ്യസഭയും പ്രക്ഷുബ്ധമായി. 24 ഡൽഹി. പാലക്കാട് ആലത്തൂർ തോണിപ്പാടത്ത് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാവുപള്ളിയാപുരം കല്ലിങ്കൽ വീട്ടിൽ പ്രദീപിന്റെ ഭാര്യ നേഖയെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. യുവതിയുടേത് തൂങ്ങിമരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെ രാത്രി 10:30 മണിയോടെയാണ് നേഖയുടെ വീട്ടിലേക്ക് ഫോൺ കോൾ വരുന്നത്. യുവതി അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു എന്നാണ് നേഖയുടെ മാതാവിനോട് ഭർത്താവ് പ്രദീപ് പറഞ്ഞത്. 12 മണിക്ക് അവൻ വിളിച്ചിട്ട് അമ്മ പാപ്പേ മയങ്ങി എന്ന് പറഞ്ഞിരിക്കണു. ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ എന്തിനാ കൊന്നു? അവന്റെ അടുത്തല്ലേ ചോദിക്കണ്ടേ? അവൻ എന്തിനു കൊന്നു? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് കഴുത്തില് വേണ്ട. ഈ പാവി കൊന്നിട്ട് കഴുത്തില് കുട്ടിനെ ആശുപത്രി കൊണ്ടുപോണ്ടേ? ആശുപത്രിയിലേക്ക് നേഖയുടെ കുടുംബം എത്തുമ്പോഴേക്കും ആശുപത്രി ജീവനക്കാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഭർത്താവ് പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രദീപും ഭാര്യ നേഖയും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ബന്ധുക്കൾ. ഇതിനു മുമ്പ് ഇങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡനങ്ങളുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളത് ചെറിയ പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ട് കുറച്ച് ഇവിടെ വന്നിരിക്കലുണ്ടായിരുന്നു. അതേമാതിരി അവിടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലില്ല. അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അത് പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് നമ്മൾ അവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട്.
ഇങ്ങനെയൊരു ഇത് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തൂങ്ങിമരണം തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം പ്രദീപിനെതിരെ കേസെടുക്കാനാണ് ആലത്തൂർ പോലീസിന്റെ തീരുമാനം. 6 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇവർക്ക് 2.5 വയസ്സുള്ള ഒരു മകളുമുണ്ട്. 24 പാലക്കാട്. പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഭർത്തൃ വീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനമെന്ന് കണ്ണൂരിൽ 3 വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പ്. എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. കമൽരാജിനും മാതാവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണമെന്നാണ് റീമയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വയലപ്ര സ്വദേശി റീമ 3 വയസ്സുള്ള മകനുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. ആത്മഹത്യയ്ക്ക് കാരണം ഭർത്തൃവീട്ടിലെ പീഡനമാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ റീമയുടെ കുടുംബം ആരോപിച്ചിരുന്നു. അത് സാധൂകരിക്കുന്നതാണ് ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ. വലിയ മാനസിക പീഡനം നേരിട്ടുവെന്നും ഭർത്തൃമാതാവിന്റെ വാക്ക് കേട്ട് തന്നെയും മകനെയും കമൽരാജ് ഇറക്കിവിട്ടെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തൽ. കമൽരാജ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിനു ശേഷം മകനെ വേണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഭീഷണി തെളിയിക്കുന്ന റീമയും കമൽരാജും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തുവന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് റീമയുടെ പിതാവ് മോഹനൻ. അതിലെഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. കാരണം അതേ പീഡനം തന്നെയാണ് മോൾക്ക് അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നത്. എൻ്റെ മോൾക്കും കുട്ടിക്കും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക അവൻ കുട്ടീനെ എടുത്തു കൊണ്ടുപോകുന്നില്ല. ആ ഒരു ഭീഷണി കേട്ടപ്പോഴുള്ള പെട്ടെന്ന് മെൻ്റൽ ഷോക്കായി. അവൾ കത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഈ നരഭോജികൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അസ്വാഭാവിക മരണത്തിനാണ് പഴയങ്ങാടി പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പിന്റെയും റീമയുടെ ബന്ധുക്കളുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് സാധ്യത. 24 കണ്ണൂർ. UAE-യിലെ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യ നേരിട്ടത് ക്രൂരപീഡനമെന്ന് തെളിയിക്കുന്ന മറ്റൊരു ശബ്ദ സംഭാഷണം കൂടി പുറത്ത്. ഇനിയും പിടിച്ചു നിൽക്കാനാകില്ലെന്ന് പറഞ്ഞ അതുല്യ സഹോദരിക്ക് അയച്ച ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. അതേസമയം ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. സതീഷിന്റെ ക്രൂരപീഡനങ്ങൾ അച്ഛനും അമ്മയും സഹപാഠികളായ സുഹൃത്തുക്കളും പറഞ്ഞത് പൂർണ്ണമായും ശരിവയ്ക്കുന്ന അതുല്യയുടെ തന്നെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. താൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ സഹോദരി അഖിലയോട് വെളിപ്പെടുത്തുന്നതാണിവ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്ലേറ്റ് കൊണ്ട് തലക്കടിച്ചതായും അടിയിൽ പ്ലേറ്റ് പൊട്ടി തകർന്നതായും അതുല്യ പറയുന്നു. നല്ലപോലെ കള്ളു കുടിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിടി. പ്ലേറ്റ് എടുത്ത് എന്റെ തലയിലടിച്ച്. പ്ലേറ്റ് മറ്റേ അളിങ്ങിന്റെ പ്ലേറ്റ് ആയിരുന്നു. അത് 4 കഷ്ണമായി. അതെന്റെ പെടലിക്കും കൊങ്ങായ്ക്കലൂടെ കുത്തിപ്പിടിച്ച് പെടലി മൊത്തം ചുമന്ന. അയാളതൊക്കെ തന്നെ അയാൾക്ക് ഒരു മാറ്റവും ഇനി വരാനും പോകുന്നില്ല. സതീഷ് അടിച്ചു കൊല്ലുമെന്നും അവിടെ നിന്ന് മാറാൻ അമ്മ പറഞ്ഞതായും ഓഡിയോ ക്ലിപ്പിലുണ്ട്. ജോലിക്ക് പോയാൽ ആ വാശിയിൽ സതീഷ് തന്റെ വിസ ക്യാൻസൽ ചെയ്യുമോ എന്നും ഭയപ്പെട്ടിരുന്നതായും അതുല്യ സഹോദരിയോട് വെളിപ്പെടുത്തി. അതേസമയം ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ഇതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. 24 കൊല്ലം. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ 74 പേർ പത്രിക സമർപ്പിച്ചു. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ 2 അഭിപ്രായമാണുള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനനും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. അമ്മ ഭരണസമിതി രാജിവെച്ച് 1 വർഷത്തിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. മത്സരരംഗത്തേക്കില്ല എന്ന് മോഹൻലാൽ അറിയിച്ചതിന് പിന്നാലെ നടൻ ജഗദീഷും നടി ശ്വേതാ മേനോനും നടൻ രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 74 പേരാണ് നിലവിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാകും അന്തിമ ചിത്രം വ്യക്തമാകുക. മുൻപ് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ യുവാക്കളും സ്ത്രീകളും ഇപ്രാവശ്യം മത്സരരംഗത്തുണ്ട്. ഭയക്കാതെ എല്ലാവരും മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും ഈക്വൽ പങ്കാളിത്തത്തോടുകൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. എനിക്കതിലൊരു പേഴ്സണലി സന്തോഷമുള്ളത്, കഴിഞ്ഞ വർഷം ഞങ്ങൾ അഡ്ഹോക് കമ്മിറ്റി ആയിരുന്നു. ആ അഡ്ഹോക് കമ്മിറ്റിയിൽ ഉള്ള പ്രവർത്തനം കണ്ടിട്ടും അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റി കൂടുതൽ ജനകീയമായതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇത്രയും പേർക്ക് മത്സരിക്കാൻ ആഗ്രഹം വന്നത്. അതേസമയം ബാബുരാജും ജയൻ ചാർത്തറിയും അടക്കമുള്ള മുൻ ഭരണസമിതിയിലെ അംഗങ്ങൾ ഇപ്രാവശ്യവും മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ആരോപണ വിധേയരെ മാറ്റി നിർത്തണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ഈ ആരോപണ വിധേയരായി മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഇതൊരു ചാരിറ്റി സംഘടനയാണ്. ആ സംഘടനയുടെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട്
അത്തരം മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക. അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷന്റെ ആവശ്യം എന്താണെന്നും പ്രത്യേകിച്ച് അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ ഈ കഴിഞ്ഞ 10-14 വർഷമായിട്ട് കൂടെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഘടനയ്ക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടൻ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമാണ് മത്സരിക്കുക. അൻസിബ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച ജോയി മാത്യുവിന്റെ പത്രിക തള്ളിയിട്ടുണ്ട്. പേരുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമാണ് പത്രിക തള്ളാൻ കാരണം. 24 കൊച്ചി. പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. നടൻ വിനായകനെതിരെ കേന്ദ്ര ബാലാവകാശ കമ്മീഷനും മഹാരാഷ്ട്ര സൈബർ സെല്ലിനും കേരള DGPക്കും പരാതി നൽകി മുംബൈ മലയാളി. മകളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ അനുവാദം കൂടാതെ പോസ്റ്റ് ചെയ്തതിനെതിരെയാണ് പരാതി. വിനായകനെ വിമർശിക്കുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വിനായകന് അയച്ചു കൊടുത്തതിലുള്ള പ്രതികാര നടപടിയാണ് ഉണ്ടായതെന്ന് പരാതിക്കാരൻ പറയുന്നു. അമൽ സുരേന്ദ്രനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, പറയൂ, എന്തെല്ലാമാണ് ഈ പരാതിയിൽ, വിനായകനെതിരായ പരാതിയിൽ പറയുന്നത്? സ്മിത, നിലവിൽ കേരള DGPക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പരാതിയാണിത്. ഇതോടൊപ്പം ഈ ഒരു സംഭവങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് VSന്റെ വിയോഗത്തെ തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായിട്ടുള്ള അനുശോചന യോഗങ്ങളും അനുശോചനമായിട്ടുള്ള മുദ്രാവാക്യം വിളികളും എല്ലാം ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു അനുശോചന പരിപാടിയിൽ പങ്കെടുത്ത് നടൻ വിനായകൻ VS മരിക്കുന്നില്ല, VS ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നെല്ലാം അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തെ ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് ഉണ്ടായ വിനായകന്റെ പ്രതികരണവുമായി കൂട്ടി വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ചേർത്ത് വരുത്തിക്കൊണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുണ്ടായ ഒരു പോസ്റ്റ് മുംബൈ മലയാളിയായിട്ടുള്ള ഒരാൾ വിനായകന് വ്യക്തിപരമായി വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. ഇത് അയച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് രാത്രിയിൽ ഇദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് മകളുടേതായിരുന്നു. പ്രായപൂർത്തിയാകാത്ത മകളുടെ പിക്ചറായിരുന്നു. ഇതടക്കം വിനായകൻ സ്വന്തം ഫേസ്ബുക്ക് വാളിൽ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കുഞ്ഞുകുട്ടിയുടെ മുഖം പോലും മാസ്ക് ചെയ്യാതെയായിരുന്നു ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെ തുടർന്ന് ആ പോസ്റ്റിന് കീഴെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഇത്തരത്തിലൊരു പോസ്റ്റ് വിനായകൻ ചെയ്തതിനെ തുടർന്ന് അതേ തുടർന്ന് അർദ്ധരാത്രിയോടുകൂടി വിനായകന്റെ ഭാഗത്ത് നിന്ന് ആ പോസ്റ്റ് നീക്കം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഇതിലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സൈബർ സെല്ലിനും ദേശീയ ബാലാവകാശ കമ്മീഷനും കേരള DGPക്കും അടക്കം ഈ മുംബൈ മലയാളിയുടെ ഭാഗത്ത് നിന്ന് പരാതി പോയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള സിജോ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് കേരള DGPക്ക് ഇപ്പോൾ തന്നെ VSന്റെ മരണത്തെ വിനായകൻ അധിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ഒരു പരാതിയും പോയിട്ടുണ്ട്. ഇത്തരത്തിൽ പരാതികൾ പോകുമ്പോൾ, വിമർശനങ്ങൾ കനക്കുമ്പോഴും വിനായകൻ അടങ്ങുവാൻ കൂട്ടാക്കിയിട്ടില്ല. ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന നിലയിൽ സമൂഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അല്ലെങ്കിൽ മരണപ്പെട്ട പ്രമുഖരായിട്ടുള്ള നേതാക്കളെ എല്ലാം ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന നിലയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വിനായകന്റെ ഫേസ്ബുക്ക് വാളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇതിനെതിരെയും ഇപ്പോൾ വലിയൊരു സൈബർ വിമർശനം തന്നെയാണ് വിനായകൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്മിത, ശരി, മകളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചു എന്നതിലാണ് ഇപ്പോൾ മുംബൈ മലയാളി നടൻ വിനായകനെതിരെ കേസ് പരാതി നൽകിയിട്ടുള്ളത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്. ശബരിമല സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. തിങ്കളാഴ്ചയാണ് DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണിപ്പോൾ. നടപടി സ്വീകരിച്ച് ഹൈക്കോടതിയെ അറിയിക്കുന്നതാകും ഉചിതം എന്നാണ് DGPയുടെ ശുപാർശ. വാർത്തകളിലേക്ക് വീണ്ടും. എറണാകുളത്ത് നടക്കുന്ന ജ്ഞാനസഭയുടെ ഭാഗമായി RSS മേധാവിയുടെ ചിന്താ ബൈഠക്കിൽ സർവകലാശാല VC-മാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ. സർവകലാശാല VC-മാർക്ക് RSS ബന്ധമെന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കിടയിലാണ് പരിപാടി. കണ്ണൂർ, കാലിക്കറ്റ്, കുഫോസ്, കേരള സർവകലാശാലകളിലെ VC-മാർ പങ്കെടുത്തേക്കും. പത്തനംതിട്ട ചുയനയിൽ ടൂറിസ്റ്റ് ബസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് തല കീഴായി മറിഞ്ഞു. തീയാടിക്കൽ വെണ്ണിക്കുളം റോഡിലാണ് അപകടം. ആർക്കും പരിക്കില്ല. AV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, പറയൂ ഈ അപകടത്തിന്റെ വിവരങ്ങൾ. അതായത് സ്മിത, ഈ പത്തനംതിട്ട ചുവേനയിൽ തീയാടിക്കൽ വെണ്ണിക്കുളം റോഡിൽ വൈകിട്ട് 5:30 കൂടിയാണ് അപകടം ഉണ്ടായത്. ടൂറിസ്റ്റ് ബസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അപകട സമയത്ത് ബസ്സിൽ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായത്. ഇവർക്ക് മറ്റ് പരിക്കുകളോ പ്രശ്നങ്ങളോ ഇല്ല. നിലവിൽ ഫയർഫോഴ്സ് എത്തി ബസ് ഉയർത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീയാടിക്കൽ നിന്ന് വെണ്ണിക്കുളത്തേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാർ ഇല്ലാത്തതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി നിലവിൽ ഈ ബസ് ഉയർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ചുയനയിൽ
ടൂറിസ്റ്റ് ബസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. AV ജയശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. റഷ്യയുടെ കിഴക്കൻ അതിർത്തിയിൽ യാത്രാവിമാനം തകർന്നു വീണ് 50 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 5 കുഞ്ഞുങ്ങളുമുണ്ട്. ചൈനയോട് ചേർന്നുള്ള അമൂർ വനമേഖലയിലാണ് വിമാനം തകർന്നു വീണത്. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് സൂചന. 50 വർഷം പഴക്കമുള്ള വിമാനമാണ് അപകടത്തിൽ തകർന്നത്. വാർത്താസന്ധ്യ പൂർണ്ണമാകുന്നു. ഇനി പൊതുജനം കഴുതയല്ല സാർ കാണാം. ഗോകുൽ രവി ചേരുന്നു. നമസ്കാരം.